ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോർഡ്സ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 3, നമ്പർ 5, നമ്പർ 4, നമ്പർ 1, നമ്പർ 7, നമ്പർ 20, നമ്പർ 12, നമ്പർ 9, നമ്പർ 10. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ കാലമായിട്ട് നീണ്ടു നിന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായും എൻഡായി പോയ ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു പെയിൻഫുൾ എൻഡിങ്ങിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ എൻഡിങ് നടന്നിരിക്കാം ഇതിനു മുൻപ്. അതുകൊണ്ട് തന്നെ ആ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുവരെയും പുറത്തു കിടക്കാനായിട്ടില്ല എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഷോക്കിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തു കിടക്കാനായിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രതീക്ഷ വെക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വീണ്ടും നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാൻ കഴിയുമെന്ന് ആൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിലവിലെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. 3 ഓഫ് വാൻസ് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് എല്ലാം ശരിയാകും ഒരു ദിവസം എന്നുള്ള രീതിയിൽ ആൾ പ്രതീക്ഷ വയ്ക്കുകയാണ്. അതിനായിട്ട് ആള് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നു. നിങ്ങളെ വന്ന് കാണണം, സംസാരിക്കണം എന്നെല്ലാം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം. പക്ഷെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടെ ആരുമില്ല. കാരണം അവരുടെ സങ്കടം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനോ ഒന്നും ഇപ്പോൾ ആരും ഉള്ളതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു, നിങ്ങൾ പോലും ആ ഒരു വ്യക്തിയുടെ വേദന മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ടാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുകയാണ്, നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ അവർക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടെങ്കിലും പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്യാൻ ആ ഒരു വ്യക്തി ഇപ്പോൾ തയ്യാറല്ല. കാരണം നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. എന്നിട്ടും ഒരു പ്രശ്നം വന്ന സമയത്ത് നിങ്ങൾ അവരെ മനസ്സിലാക്കിയില്ല എന്നുള്ള ആ ഒരു തോട്ടാണ് ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളത്. അപ്പൊ ആ ഒരു തകർച്ച ഇനി ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ആ ഒരു വ്യക്തി വിചാരിക്കുന്നു ഈ ഒരു സമയം. എന്നാൽ അവർക്ക് നിങ്ങളോട് അവരുടെ മനസ്സിൽ ആഴത്തിലുള്ള ഒരു സ്നേഹവുമുണ്ട്. പക്ഷെ അത്
നിങ്ങളോടത് പുറത്ത് കാണിച്ചാൽ പിന്നെയും വേദനിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിലനിൽക്കുന്നു. നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ എത്രയൊക്കെ എഫേർട്സ് ഇട്ടിട്ടും അല്ലെങ്കിൽ എൻ്റെ എനർജിയും സമയം എല്ലാം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് എന്ത് കിട്ടി, ഞാൻ കാത്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. വലിയൊരു റിയലൈസേഷൻ വന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. സ്വന്തം ഭാഗത്തെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു സമയം നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളത് ചിന്തിക്കുകയാണ്. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടി ഈ ഒരു പേഴ്സൺ നിൽക്കുകയാണ്. കാരണം നിങ്ങളെ പിന്നെയും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഈ ഒരു വ്യക്തിക്ക് പരാജയമായിരിക്കുമോ എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഭയക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യാത്തത് നിങ്ങളോടുള്ള ഭയം കൊണ്ടല്ല, മറിച്ച് മുൻപ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ ആ ഒരു വേദന ആ ഒരു വ്യക്തിക്ക് മറക്കാൻ കഴിയാത്തതിനാലാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി എന്നാൽ വളരെയധികം പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ കറന്റ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെപ്പറേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പഴയതുപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നതെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുള്ള ഒരു ചിന്തയാണ് ആ ഒരു വ്യക്തിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്ങനെ എന്നുള്ളതിൽ ആൾക്ക് ഒരു ധാരണയില്ല. കാരണം ഇപ്പോഴും ആ ഒരു പാസ്റ്റിന്റെ വേദന ഈ ഒരു പേഴ്സണെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം വളരെയധികം കരുതലോട് കൂടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഓരോ സ്റ്റെപ്സും മുന്നോട്ട് വെക്കുന്നത്. എല്ലാം സംശയമാണ്, അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം കൊണ്ട് വളരെയധികം കരുതലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരുന്നതാണ്. എന്തായാലും ഇപ്പോൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം. ഹൈ പ്രീസ്റ്റസ്, ഏസ് ഓഫ് വാൻസ്, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിരിക്കാം. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ചോദ്യമായിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളത് കേൾക്കുക, നിങ്ങളത് വിശ്വസിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് ഈ ഒരു സാഹചര്യത്തിൽ. മറ്റുള്ളവരുടെ ഉപദേശങ്ങളെക്കാൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നിലേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം സാധ്യമാണ്. മനസ്സിന്റെ കൺഫ്യൂഷൻ മാറ്റി നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് കൊണ്ടുവരിക. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക.
അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഹൈപ്പും കൂടി ചെയ്യുക.